നമസ്കാരം. ഇത് കാതിലൊരു കിന്നാരം. റിഹാൻ റാഷിദ് എഴുതുന്ന നോവൽ പ്രണയമയൂഖം. അദ്ധ്യായം 5. സുഭദ്ര ആശങ്കയോടെ ശ്രുതി നിലയത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ആത്മഹത്യാ ശ്രമം കേസാകുമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു. അത് അന്വേഷിക്കാൻ വന്നതായിരിക്കുമോ? എല്ലാവരും ആശുപത്രിയിലല്ലേ? അപ്പോൾ പിന്നെ വീട്ടിൽ വന്ന് അന്വേഷിക്കുന്നത് എന്തിനാവും? തെളിവ് ശേഖരിക്കാനോ? പല പല ചിന്തകൾ സുഭദ്രയുടെ മനസ്സിലൂടെ കടന്നുപോയി. ഇവിടെ ആരുമില്ലേ? സിവിൽ പോലീസ് ഓഫീസർ സുഭദ്രയോട് ചോദിച്ചു. ഇല്ല സാറേ. എവിടെ പോയതാണെന്ന് അറിയുമോ? എന്തു പറയണമെന്നറിയാതെ സുഭദ്ര ഒരു നിമിഷം ശങ്കിച്ചു. ശ്രുതിയുടെ കാര്യമൊന്നും അറിയാതെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. മോളെയും കൊണ്ട് ആശുപത്രിയിൽ പോയതാ, സുഭദ്ര പറഞ്ഞു. എന്തു പറ്റി? സുഖമില്ലേ? ഇല്ല. കൂടുതൽ എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് സുഭദ്ര അങ്ങോട്ട് ചോദിച്ചു. എന്തു പറ്റി സാറേ? അവരുടെ ശബ്ദം പരിഭ്രമം നിറഞ്ഞിരുന്നു. നിങ്ങളാരാ? ഇവരുടെ ബന്ധുവാണോ? അതെ, അമ്മായിയാണ്. ഇവിടുത്തെ കുട്ടിയെ ആക്രമിച്ച ചെക്കൻ പിന്നെയും നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് ഒരു വിവരം കിട്ടി. ആള് തീരെ ശരിയല്ലെന്ന് അറിയാമല്ലോ. ഒന്ന് സൂക്ഷിക്കാൻ പറയണം. ഇതുവഴി പോയപ്പോൾ ഈ കാര്യം ഒന്ന് പറയാമെന്ന് കരുതി. അവനെ അധികം വൈകാതെ തന്നെ ഞങ്ങൾ പൊക്കും. അത് പറഞ്ഞ് മറുപടിക്ക് കാത്തു നിൽക്കാതെ പോലീസ് ഉദ്യോഗസ്ഥൻ മുറ്റത്ത് നിർത്തിയ ജീപ്പിലേക്ക് കയറി. ജീപ്പ് പൊടി പറത്തിപ്പോകുന്നത് സുഭദ്ര ആശങ്കയോടെ നോക്കി നിന്നു. കൊല്ലാനും മടിക്കാത്തൊരു ചെക്കൻ്റെ വലയിലാണല്ലോ ദൈവമേ ഞങ്ങളുടെ കുട്ടി ചെന്ന് പെട്ടത്. അവർ നെടുവീർപ്പോടെ ഓർത്ത് വീട്ടിലേക്ക് നടന്നു. ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ തന്നെ ശ്രുതി ചില തീരുമാനങ്ങൾ എടുത്തു. ഏറെ നാളുകൾക്ക് ശേഷം അവൾ മൊബൈലിലെ പിക്ചർ ഗാലറി എടുത്തു നോക്കി. ശരത്തിൻ്റെ കൂടെയുള്ള അനേകം ഫോട്ടോകൾ. കോഴിക്കോട് ബീച്ചിൽ അവൻ്റെ ചുമലിൽ തലചായ്ച്ച് ഇരിക്കുന്ന ഫോട്ടോ. ബൈക്കിൽ അവൻ്റെ പിറകിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ട് എടുത്ത സെൽഫി. ഐസ്ക്രീമിന് മുന്നിൽ ഇരിക്കുമ്പോൾ എടുത്തത്. അവൻ ചേർത്ത് പിടിച്ച് കവിളിൽ ഉമ്മ വയ്ക്കുന്ന ഫോട്ടോ. സ്വകാര്യ നിമിഷങ്ങളുടെ ഓർമ്മചിത്രങ്ങൾ. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. ഒടുവിൽ എല്ലാ ഫോട്ടോസും സെലക്ട് ചെയ്ത് അവൾ ഒറ്റ ക്ലിക്കിൽ ഡിലീറ്റ് ചെയ്തു. ശരത്തിൻ്റെ നമ്പറും ഡിലീറ്റ് ചെയ്തു. വാട്സപ്പ് ചാറ്റ് ഹിസ്റ്ററി ക്ലിയർ ചെയ്യാൻ എടുത്തപ്പോഴാണ് ഒരു മെസ്സേജ് പോപ്പപ്പ് ചെയ്തു വന്നത്. ഹായ് ശ്രീകുട്ടി, അറിയോ? ഓക്കെ, ഉഷാറല്ലേ? ഫോണിൽ സേവ് ചെയ്യാത്ത ഒരു നമ്പറായിരുന്നു അത്. അവൾ പ്രൊഫൈൽ ചിത്രമെടുത്ത് വലുതാക്കി നോക്കി. കപ്പലിൻ്റെ പശ്ചാത്തലത്തിൽ വെള്ള യൂണിഫോമും തൊപ്പിയും സൺഗ്ലാസും വെച്ച് നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ അവൾക്ക് സന്തോഷവും അത്ഭുതവും അടക്കാനായില്ല. സുഹാസേട്ടൻ. കുട്ടിക്കാലം മുതൽ തൊട്ടടുത്ത് ഉണ്ടായിട്ടും ബഹുമാനം കലർന്ന ഒരു അകൽച്ച എന്നും സുഹാസേട്ടനോട് ഉണ്ടായിരുന്നു. കിട്ടുന്ന സമയങ്ങളിലെല്ലാം പലതരം ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിന്ന് പഠിച്ച് എഞ്ചിനീയറിംഗ് പാസ്സായ പഠിപ്പിസ്റ്റ്. വളരെ സൗമ്യനും ശാന്തശീലനുമായ സുഹാസേട്ടനേക്കാൾ അടുപ്പം അടിപൊളി വൈബുമായി സ്റ്റൈലിഷായി നടക്കുന്ന സുഭാഷേട്ടനോടായിരുന്നു. മൂപ്പരുടെ ചുറ്റിക്കളിയെക്കുറിച്ചും ആദ്യം പറഞ്ഞതും തന്നോടായിരുന്നു എന്ന് ശ്രുതി ഓർത്തു. എന്നാൽ സുഹാസേട്ടൻ്റെ കരുതലും സ്നേഹവും തിരിച്ചറിഞ്ഞത് ഈ ആശുപത്രി കാലത്താണ്. ഏത് ആപത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ കരുത്തുള്ള ഒരാളാണ് ഫോണിനപ്പുറത്തുള്ളതെന്ന് ശ്രുതിക്ക് തോന്നി. ഇതാരാ, മമ്മൂട്ടിയോ? പ്രൊഫൈൽ പിക്ചർ നോക്കി അവൾ കുസൃതിയോടെ മറുപടി അയച്ചു. വിഷാദത്തിൽ മുങ്ങി മരണത്തിൻ്റെ വക്കോളം പോയി തിരിച്ചു വന്ന പെൺകുട്ടിയാണ്. അവളുടെ കുട്ടിത്തവും കുസൃതിയും തിരിച്ചു വന്നല്ലോ എന്ന് ആ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് സുഹാസ് സന്തോഷത്തോടെ തിരിച്ചറിഞ്ഞു. അല്ല, ദുൽഖർ സൽമാൻ. അങ്ങനെയെങ്കിൽ അങ്ങനെ. ഞാൻ ഉഷാറാണ്. അവൾ ഒരു സ്മൈലിയോടെ മറുപടി നൽകി. എപ്പോഴും ഇങ്ങനെ ഉഷാറായിട്ടിരിക്കണം. ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്. ഓക്കെ ഓക്കെ. അധികം വലിച്ചു നീട്ടാതെ സുഹാസ് ചാറ്റിംഗ് അവസാനിപ്പിച്ചു. ശ്രുതി പഴയതുപോലെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഇരുന്ന് TV കണ്ടും ഭക്ഷണം കഴിച്ചും മനസ്സിലെ മുറിവുകൾ അകറ്റാൻ തുടങ്ങി. മകളുടെ മാറ്റത്തിൽ ഗോപിനും ജയന്തിയും സന്തോഷിച്ചെങ്കിലും ശരത്ത് വീണ്ടും ഈ പ്രദേശത്ത് എവിടെയോ ഉണ്ടെന്ന ചിന്ത അവരെ ആശങ്കാകുലരാക്കി. പിറ്റേ ദിവസം ഉച്ച കഴിഞ്ഞ് അവൾ അഖിലിനെ വിളിച്ചു. എടാ, നീ ഫ്രീ ആണെങ്കിൽ വീട്ടിലേക്കൊന്ന് വരുമോ? പറ്റുമെങ്കിൽ സുഹാസേട്ടനെയും കൂട്ടി. ഉറക്കച്ചവടിൽ പെട്ടെന്ന് കേട്ടപ്പോൾ അഖിൽ വിശ്വാസം വരാതെ ശ്രുതിയുടെ നമ്പർ തന്നെയാണോ എന്ന് നോക്കി. നീ കേൾക്കുന്നില്ലേ? അവൻ്റെ മറുപടിയൊന്നും കേൾക്കാതായപ്പോൾ അവൾ ചോദിച്ചു. കേൾക്കുന്നുണ്ട്, നീ പറയ്. നീ എപ്പോൾ എവിടെയാ? വീട്ടിലാണ്. 1 മണിക്കൂറിനുള്ളിൽ എത്താം. ഓക്കെ, എന്നാൽ പിന്നെ വന്നിട്ട് കാണാം.
3-4 തവണ സുഹാസിനെ വിളിച്ചെങ്കിലും അവൻ്റെ നമ്പർ ബിസിയായിരുന്നു. ഫ്രീ ആയാൽ ഒന്ന് വിളിച്ചേക്കണേ. വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ട് അഖിൽ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. ശ്രുതി പഴയ ശ്രുതി ആയിരിക്കുന്നു. ഈ മാറ്റത്തിൽ ലോകത്ത് താനാണ് ഏറ്റവും സന്തോഷിക്കുന്നത് എന്ന് അഖിലിന് തോന്നി. ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ സുഹാസിൻ്റെ കോൾ വന്നു. എന്താണ് അഖിൽ, പുതിയ എന്തെങ്കിലും കുഴപ്പം? അരുതാത്തത് എന്തോ സംഭവിച്ചു എന്ന ആശങ്കയോടെയായിരുന്നു സുഹാസിൻ്റെ ചോദ്യം. സുഹാസേട്ടൻ എവിടെയാണ്? ഞാനിപ്പോൾ കൊയിലാണ്ടിന്ന് വീട്ടിലേക്ക് വരാൻ നിൽക്കുവാണ്. നീ ആളെ പേടിപ്പിക്കാതെ കാര്യം പറയടാ. അവൻ്റെ ശബ്ദത്തിലെ ആദി അഖിലിന് മനസ്സിലായി. പേടിക്കാനൊന്നുമില്ല, ശ്രുതി വിളിച്ചിരുന്നു. നിങ്ങളെയും കൂട്ടി ഒന്ന് വീട്ടിലേക്ക് ചെല്ലാമോന്ന്. ശരിക്കും? അതേന്നേ, ഞാനിതാ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുവാണ്. എന്നാ പമ്പിൻ്റെ മുന്നിൽ നിൽക്ക്, ഞാനൊരു 10 മിനിറ്റിലെത്താം. അഖിലിൻ്റെ മറുപടിക്ക് കാക്കാതെ സുഹാസ് കോൾ കട്ടാക്കി. അവൻ പമ്പിന് മുന്നിലേക്ക് നടന്നെത്തുമ്പോൾ ദൂരെ നിന്നും ബൈക്കിൽ അതിവേഗത്തിൽ പാഞ്ഞു വരുന്ന സുഹാസിനെ കണ്ടു. പെട്ടെന്ന് കേറ്, നിങ്ങളൊന്ന് ടെൻഷൻ ആവാതെ നിൽക്ക് സുഹാസേട്ടാ. ബൈക്കിന്റെ പിന്നിലേക്ക് കയറുമ്പോൾ ചിരിച്ചുകൊണ്ടായിരുന്നു അഖിൽ അത് പറഞ്ഞത്. അവൾ എന്താടാ പറഞ്ഞത്? സുഹാസ് ചോദിച്ചെങ്കിലും ബൈക്കിന്റെ വേഗം കാരണം അഖിൽ ശരിക്കും അത് കേട്ടില്ല. അവനൊന്നും മിണ്ടാതിരുന്നപ്പോൾ സുഹാസ് ചോദ്യം ആവർത്തിച്ചു. ഫോണിൽ പറഞ്ഞത് തന്നെ, സുഹാസേട്ടനെയും കൂട്ടി വീട്ടിൽ വരണമെന്ന്. എന്തായാലും അവൾക്ക് ബോധം വെച്ചെന്നുറപ്പായി. സ്വതസിദ്ധമായ ചിരിയോടെയുള്ള അഖിലിന്റെ മറുപടി കേട്ടപ്പോൾ സുഹാസിന്റെ മനസ്സും തണുത്തു. എത്രയോ കാലമായി ഇങ്ങനെയൊരു നിമിഷത്തിനായി കാത്തിരിക്കുന്നത് പോലെ അവന്റെ ഹൃദയമിടിപ്പുയർന്നു. ബൈക്ക് ശ്രുതിയുടെ വീടിന്റെ ഗേറ്റിനു മുന്നിലെത്തി. ബൈക്കിൽ വന്നിട്ടും സുഹാസിനെ ആകെ വിയർക്കാൻ തുടങ്ങി. ഉള്ളിലിരിയുന്ന പ്രേമത്തിന്റെ ചൂട് കൊണ്ടാണതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. എന്താണ് സുഹാസേട്ടാ ആകെയൊരു വെപ്രാളം? ബൈക്കിൽ നിന്നും ഇറങ്ങുമ്പോൾ അഖിൽ ചോദിച്ചത് കേട്ട് സുഹാസ് ജാളിതയോടെ ചിരിച്ചു. മോൾ പറഞ്ഞായിരുന്നു 2 ആളും വരുമെന്ന്. അഖിലിന്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറുമ്പോൾ ജയന്തി പറഞ്ഞു. എന്നിട്ട് ശ്രുതി എവിടെ? പലതവണ ചെന്നിരുന്നെങ്കിലും ശ്രുതി നിലയം എന്ന വീടിന്റെ ഉൾവശം ആദ്യം കാണുന്ന മട്ടിൽ നോക്കിക്കൊണ്ടായിരുന്നു സുഹാസിന്റെ ചോദ്യം. നിങ്ങൾ ഇരിക്കെ, അവൾ കുളിക്കുകയാണ്. ജയന്തി അടുക്കളയിലേക്ക് പോയെങ്കിലും സുഹാസ് ഇരുന്നില്ല. അവൻ ആ മുറിയാകെ കണ്ണുകൾ കൊണ്ട് പരതി. ചെറുതെങ്കിലും മനോഹരമായി അടക്കി വെച്ച മുറിയാണ്. TV സ്റ്റാൻഡിനോട് ചേർന്നുള്ള ചുവരലമാരയിൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിൽക്കുന്ന ശ്രുതിയുടെ പല പ്രായത്തിലുള്ള ചിത്രങ്ങൾ. സ്കൂളിൽ പഠിക്കുമ്പോൾ അവൾക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും പുതിയതെന്ന പോലെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട്. മറ്റൊരു തട്ടിൽ കുറച്ച് പുസ്തകങ്ങൾ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആകൃതിയിലുള്ള ചാരനിറത്തിലുള്ള ഒരു സോഫ. പത്രം വെച്ച ചെറിയൊരു ടീപ്പോയ്. അതിൻ്റെ മുകളിലെ പൂപ്പാത്രത്തിൽ ഇന്ന് രാവിലെ വെച്ച തണ്ടോടെയുള്ള ചുവന്ന റോസാപ്പൂവ്. അപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ ശ്രുതിയുടെ മുറിയുടെ വാതിലിനു നേർക്ക് നീണ്ടത്. താൻ കുത്തിപ്പൊളിച്ച വാതിൽ അതേപോലെ തന്നെയുണ്ട്. നീ ഇതുവരെ കുളിച്ചു കഴിഞ്ഞില്ലേ മോളെ? ജയന്തി ചോദിച്ചു. ഉത്തരമൊന്നുമില്ലായിരുന്നെങ്കിലും തൊട്ടടുത്ത നിമിഷം ഈറൻ മുടിയിൽ ടവൽ ചുറ്റിക്കൊണ്ട് ശ്രുതി പുറത്തേക്കിറങ്ങി. ഇളം റോസ് നിറത്തിലുള്ള പൂക്കൾ പ്രിന്റ് ചെയ്ത സ്കേർട്ടും നീല നിറത്തിലുള്ള ടോപ്പുമായിരുന്നു അവളുടെ വേഷം. അത് കണ്ടപ്പോൾ ശാന്തമായ കടലിലൂടെ അനേകായിരം ചെറുപൂക്കളുടെ കൂട്ടം ഒഴുകിയെത്തുന്നത് പോലെയാണ് സുഹാസിന് തോന്നിയത്. സുന്ദരിയായല്ലോ. സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് മുന്നിൽ ഇടുപ്പിൽ കൈക്കുത്തി നിന്ന് അഖിൽ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവളുടെ അതിരങ്ങൾ താമര ഇതളുകൾ പോലെ വിടർന്നു. അവളുടെ നെറ്റിയിലെ ചന്ദനക്കുറിയിൽ നിന്ന് തനിക്ക് മാത്രം തിരിച്ചറിയാനാവുന്നൊരു ഗന്ധം മുറിയാകെ നിറയുന്നത് സുഹാസ് അനുഭവിച്ചു. ഊവോ! അഖിലിൻ്റെ ഇടത്തെ ചുമലിൽ ശ്രുതി പതിയെ അടിച്ചു. അവളുടെ പ്രതികരണം കണ്ടപ്പോൾ സുഹാസും ചിരിച്ചുപോയി. സുഹാസിൻ്റെയും ശ്രുതിയുടെയും കണ്ണുകൾ അവർ പോലും അറിയാതെ വിളക്ക് കൊളുത്തി. എന്തോ ആലോചിച്ചെന്ന പോലെ ശ്രുതി നോട്ടം മാറ്റി. അല്ല, എന്തായിരുന്നു വരാൻ പറഞ്ഞത്? പ്രത്യേകിച്ചൊന്നുമില്ലടാ, എനിക്ക് എൻ്റെ പഴയ ലൈഫിലേക്ക് മടങ്ങി പോകണം. അതിന് നിങ്ങളൊക്കെ കൂടെ വേണമെന്ന് തോന്നി. അതിപ്പോൾ നീ പറഞ്ഞില്ലെങ്കിലും ഞങ്ങളുണ്ടാവും, അഖിൽ പറഞ്ഞു. തമാശയല്ല, കഴിഞ്ഞു പോയതെല്ലാം ഞാൻ ഓർത്തു. കുറേയൊക്കെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. സോഫയിൽ സുഹാസിൻ്റെ തൊട്ടരികിലേക്ക് ഇരുന്നു കൊണ്ട് ശ്രുതി ഗൗരവത്തോടെ തുടർന്നു. അതൊക്കെ എളുപ്പത്തിൽ മറക്കാനൊന്നും പറ്റില്ല, പക്ഷേ മനസ്സിനെ കൈവിടാതെ സൂക്ഷിക്കണമെന്നാണ് ഇപ്പോഴത്തെ ആഗ്രഹം. നീ പറഞ്ഞ സൈക്കോളജിസ്റ്റിനെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അതിനു മുൻപ് സ്വയം കുറച്ചുകൂടെ സമാധാനം കണ്ടെത്തണം. കോളേജിലേക്ക് വന്നാലോ എന്ന് ചിന്തിച്ചതാണ്, പക്ഷേ എന്താണൊരു സംശയം. സുഹാസ് ആയിരുന്നു അത്. കൂടുതൽ ആലോചിച്ചപ്പോൾ
അത് വേണ്ടെന്നാണ് സുഹാസേട്ടാ മനസ്സ് പറയുന്നത്. ഇനി പഠനം തുടരുന്നില്ലെന്നാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്കൊരു ഉത്തരമില്ല. കോളേജിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ വീണ്ടും അയാളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിറയും. അതെങ്ങനെയെങ്കിലും മറികടക്കും. പക്ഷേ അവിടെയുള്ള ആളുകളുടെ ചെറിയൊരു നെഗറ്റീവ് കമൻറ്റ് പോലും എന്നെ വീണ്ടും നശിപ്പിക്കുമോ എന്ന പേടി. ശ്രുതിയുടെ ശബ്ദത്തിലെ ആദി സുഹാസ് തിരിച്ചറിഞ്ഞു. അതും ശരിയാണ്. പിന്നെ ഒരു വഴി കുറച്ചു കാലം മറ്റെവിടെയെങ്കിലും മാറി നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നതാണ്. അത് തീരെ നടക്കില്ല സുഹാസേട്ടാ. പണ്ടേ അമ്മയെയും അച്ഛനെയും വിട്ട് നിൽക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റില്ല. എന്തായാലും കുറച്ചു നാൾ ഞാനൊന്ന് നിങ്ങളുടെ ഇടയിൽ ജീവിക്കട്ടെ. അതിനുശേഷം മുന്നോട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമെന്ന് കരുതുന്നത്. മാത്രമല്ല എവിടെയെങ്കിലും ഒരു യാത്ര പോയാലോ എന്ന് മനസ്സിലുണ്ട്. അത് പറയാനാ ഞാൻ അഖിലിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ശ്രുതി പ്രതീക്ഷയോടെ സുഹാസിനെയും അഖിലിനെയും മാറി മാറി നോക്കി. അപ്പോൾ ജയന്തി ചായയും പലഹാരവുമായി വന്നു. ഞാനും ഗോപേട്ടനും ഇന്നലെ കൂടെ ഇക്കാര്യം പറഞ്ഞതായിരുന്നു. അപ്പോൾ മോളാണ് നിങ്ങളെയും കൂട്ടാമെന്ന് സൂചിപ്പിച്ചത്. സുഹാസിന് വല്ല തിരക്കുണ്ടോയെന്നൊന്നും അവൾ ചിന്തിച്ചില്ല. ലീവിന് വന്നയാളല്ലേ, 100 കൂട്ടം പരിപാടികൾ കാണുമല്ലോ. ശ്രുതിയോടൊപ്പമുള്ള യാത്രയെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ സുഹാസിൻ്റെ ഉള്ളിൽ സ്നേഹം കിനിഞ്ഞു. തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ തിരക്കൊക്കെയുണ്ട്. ഷിപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെയുള്ള കൂട്ടുകാരും ഒന്നിച്ച് ഒരു ട്രിപ്പ് മനസ്സിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കെല്ലാവർക്കും കൂടെ അങ്ങ് പോകാം. നമ്മുടെ ശ്രുതിക്കുട്ടിയുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്, അല്ലേ അഖിൽ? കുസൃതി ചിരിയോടെ സുഹാസ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതിയുടെ മുഖത്തെ ആശങ്കകളൊക്കെ മഞ്ഞുരുക്കും പോലെ ഒറ്റ നിമിഷത്തിൽ ഉരുകി. ഞാൻ എപ്പോഴാണ് ബാഗ് പാക്ക് ചെയ്യേണ്ടത്? അഖിൽ ആവേശത്തിലായി. നീ ഒന്ന് അടങ്ങടാ. ഈ ആഴ്ച കഴിഞ്ഞാലേ അച്ഛന് ലീവ് കിട്ടുള്ളൂ. അപ്പോഴേക്കും പ്ലാൻ ചെയ്യാം. എവിടേക്കാണേലും ഞാൻ റെഡിയാണ്. പക്ഷേ ഈ വരുന്ന ചൊവ്വയും ബുധനും പറ്റില്ല. അമ്മയുടെ ആണ്ടാണേ. ചൊവ്വാഴ്ച ഉരപ്പുണ്യക്കാവിലും ബുധനാഴ്ച തിരുനെല്ലിയിലും പോവണമെന്ന് അച്ഛന് നിർബന്ധമാണ്. തിരക്കില്ലെന്നേ, എല്ലാവർക്കും ഒരുപോലെ പറ്റുന്ന ദിവസം പോവാം, ശ്രുതി പറഞ്ഞു. കുറച്ച് ദിവസം മുമ്പേ തീരുമാനിച്ചാൽ അതിൻ്റെ ഒരു സ്വപ്നത്തെ ജീവിക്കാം. സുഹാസേട്ടന് ഓർമ്മയില്ലേ, പണ്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന ദിവസം തീരുമാനിച്ചാൽ അത്രമാത്രം ആലോചിച്ച് കിടക്കുന്നത്? ശ്രുതി അപ്പോൾ 6ലോ 7ലോ പഠിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയായതായി സുഹാസിന് തോന്നി. പട്ടുപാവാടയും ബ്ലൗസും ഇട്ട് പിഷാരിക്കാവിലെ ഉത്സവത്തിന് താലപ്പൊലിയും മേന്തി നടക്കുന്ന മുല്ലപ്പൂ വെച്ച പെൺകുട്ടി. നഷ്ടപ്പെട്ടെന്ന് കരുതിയ മക്കളുടെ സന്തോഷങ്ങൾ തിരികെ എത്തുന്നതിൻ്റെ അടയാളങ്ങൾ കണ്ട് ജയന്തിയുടെ മനസ്സ് നിറഞ്ഞു. പക്ഷേ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളൊന്നും പൂർണ്ണമായും കഴുകിക്കളയാത്തതിൻ്റെ വേവിലായിരുന്നു ശ്രുതി. ഒന്നും പുറത്തു കാണിക്കാതെ അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷങ്ങൾക്കായി സ്വയം തയ്യാറാവുകയായിരുന്നെങ്കിലും സംസാരിക്കുന്നതിനിടെ അവളുടെ കണ്ണുകളിലെ ദുഃഖഭാരം സുഹാസ് ശ്രദ്ധിച്ചു. മാറാൻ എത്ര ശ്രമിക്കുമ്പോഴും മറ്റെന്തോ അവളെ അലട്ടുന്നുണ്ടെന്ന് അവൻ ഉറപ്പിച്ചു. പക്ഷേ എങ്ങനെയെങ്കിലും എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന പഴയ ശ്രുതിയെ തിരികെ എത്തിക്കണമെന്നായിരുന്നു അവൻ്റെ ചിന്ത. ഗോപിയേട്ടൻ വന്നിട്ട് പോയാൽ പോരെ? ഇറങ്ങാൻ എഴുന്നേറ്റ സുഹാസിനോട് ജയന്തി ചോദിച്ചു. ഞാൻ എന്തായാലും രാത്രി ഫുഡൊക്കെ കഴിഞ്ഞേ പോകുന്നുള്ളൂ, അഖിൽ പറഞ്ഞുകൊണ്ട് സോഫയിലേക്ക് ചാഞ്ഞു. അതിന് നിന്നെ ആരും നിർബന്ധിക്കുന്നില്ല. സുഹാസിന് നേർക്ക് കണ്ണിറുക്കി കാണിച്ചു കൊണ്ടാണ് ശ്രുതി അത് പറഞ്ഞത്. കുറച്ച് തിരക്കുണ്ട്, അച്ഛൻ്റെ കൂടെ അമ്മയുടെ വീട്ടിലേക്ക് ഒന്ന് പോവണം. സുഹാസ് പതിയെ പുറത്തേക്ക് ഇറങ്ങി. സുഹാസേട്ടൻ്റെ ലൈഫാണ് ലൈഫ്, എത്ര രാജ്യങ്ങളിൽ പോവാമല്ലേ ശ്രുതി? അഖിൽ അതിശയത്തോടെ പറഞ്ഞു. അങ്ങേര് കഷ്ടപ്പെട്ട് പഠിച്ചത് കൊണ്ടാണ്. 10ാം ക്ലാസ് മുതൽ വെക്കേഷന് നീയും ഞാനുമൊക്കെ വെറുതെ ചുറ്റിത്തിരിയുമ്പോൾ അങ്ങേര് കൊയിലാണ്ടിയിൽ ഫ്രൂട്ട്സ് കടയിൽ പണിയെടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കരാട്ടെ ക്ലാസ്സിലും പഠിപ്പിക്കാൻ പോവും. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ വെറുതെ ഇരുന്നിട്ടില്ല, പാതിരാത്രി വരെ ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചതാണ്. അതുകൊണ്ട് കിട്ടിയ ജോലിയാണ്. സുഹാസിനെ കുറിച്ച് പറയുമ്പോൾ ശ്രുതിയുടെ ശബ്ദത്തിൽ സ്നേഹവും ബഹുമാനവും നിറഞ്ഞു. രാത്രി 8:30 ഗോപൻ വരുമ്പോൾ അഖിൽ സോഫയിലിരുന്ന് ഫോണിൽ ഗെയിം കളിക്കുകയായിരുന്നു. ആളെവിടെ? അകത്ത് കയറുമ്പോൾ ജയന്തിയോടായി ഗോപൻ ചോദിച്ചു. മുറിയിലാണെന്ന് ആംഗ്യം കാണിച്ചപ്പോൾ ഗോപൻ ബാഗിൽ നിന്നും ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റും എടുത്ത് അവളുടെ അരികിലേക്ക് ചെന്നു. മോള് ഉറങ്ങുകയാണോ? ഗോപന്റെ കൈ നെറ്റിയിൽ തൊട്ടതും ഭയന്നതുപോലെ ശ്രുതിയൊന്ന് ഞെട്ടി. അച്ഛനാണെന്ന് കണ്ടപ്പോൾ അവൾ പതിയെ എഴുന്നേറ്റു. നല്ല ക്ഷീണമുണ്ടല്ലേ? ഇല്ല, അച്ഛന് തോന്നിയതാവും. സ്റ്റിച്ചിട്ടതിൻ്റെ അടയാളത്തിൽ തടവിക്കൊണ്ടായിരുന്നു ശ്രുതി അത് പറഞ്ഞത്. നമുക്കിന്ന് പുറത്തുനിന്ന് കഴിച്ചാലോ? വീടിനുള്ളിൽ തന്നെ ഇരിക്കുന്ന അവളെ പുറത്തിറക്കാനായിരുന്നു ഗോപന്റെ ശ്രമം. അത് വിജയിച്ചു.
ഗോപൻ കുളിക്കഴിഞ്ഞെത്തുമ്പോൾ ശ്രുതിയും ജയന്തിയും അഖിലും പുറത്തിറങ്ങാൻ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. സുഖു ഓട്ടം പോയതിനാൽ പാലക്കുളം സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുന്ന അഹമ്മദിക്കയെ ഗോപൻ വിളിച്ചു. അഹമ്മദിക്കയുടെ പേര് കേട്ടതും അഖിലിൻ്റെ മുഖം വിളറി. അതിൻ്റെ കാരണം അറിയാവുന്ന ശ്രുതി അവൻ്റെ അരികിലേക്ക് ചെന്നു. അയാളോട് ഫിദയുടെ കാര്യം പറയണോ? കുസൃതി ചിരിയോടെ അവൾ ചോദിച്ചു. കൈകൂപ്പി എന്നെയൊന്ന് വെറുതെ വിടണം എന്ന മട്ടിലുള്ള അഖിലിൻ്റെ നിൽപ്പ് കണ്ട് ജയന്തി ചിരിച്ചുപോയി. അഹമ്മദിക്കയുടെ മകളായ ഫിദയുടെ പിന്നാലെ അഖിൽ നടപ്പ് തുടങ്ങിയിട്ട് 2 വർഷമായി. കോഴിക്കോട് TTCക്ക് പഠിക്കുന്ന അവളാണെങ്കിൽ അവനെ കാണുമ്പോൾ മാറി നടപ്പാണ്. 1-2 തവണ തൻ്റെ ഇഷ്ടം അവൻ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞെങ്കിലും അവൾ ഇതുവരെ അനുകൂലമായ മറുപടിയൊന്നും പറഞ്ഞിട്ടില്ല. അവൾക്ക് തന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ലെന്നാണ് അഖിലിൻ്റെ തോന്നൽ. പക്ഷേ ശ്രുതിയോട് മാത്രമേ അവൻ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളൂ. ജാസ്മിൻ്റെ അടുത്ത കുടുംബക്കാരനുമാണ് അഹമ്മദിക്ക. കോളേജിൽ ചേർന്ന ആദ്യ നാളുകളിൽ ജാസ്മിൻ വന്നതും പോയതുമെല്ലാം അയാളുടെ ഓട്ടോയിലായിരുന്നു. പിന്നീട് നയനയും ഫർസാനയും ശ്രുതിയുമായെല്ലാം കൂട്ടുകൂടി തുടങ്ങിയപ്പോഴാണ് അഹമ്മദിക്കയുടെ വണ്ടി ഉപേക്ഷിച്ചത്. കുറേ കാലം ഗൾഫിലായിരുന്ന അയാൾ 4 വർഷമായി നാട്ടിൽ തന്നെയാണ്. മൂക്കത്താണ് അയാളുടെ ദേഷ്യം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ആരുമായും അടികൂടും. ജിമ്മിലൊന്നും പോകുന്നില്ലെങ്കിലും ഉരുണ്ടു നിൽക്കുന്ന മസിലുകളുള്ള അയാളെ കാണുമ്പോൾ ആരും ഒന്ന് പിന്നോട്ടടിക്കും. അഖിൽ ഇതെല്ലാം ആലോചിച്ച് നിൽക്കെ ജിമ്മിൻ്റെ ഫിദ എന്നു പേരുള്ള ഓട്ടോ ശ്രുതിയുടെ വീടിനു മുന്നിലെത്തി. എങ്ങോട്ടാണ് ഗോപ? അഖിലിനെ രൂക്ഷമായി നോക്കിക്കൊണ്ടായിരുന്നു ജിമ്മിൻ്റെ ചോദ്യം. ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വെച്ചു. അതെന്തേലും നന്നായി. പക്ഷേ കൊയിലാണ്ടിയിൽ എവിടെയാണ് ഗോപ നല്ല ഹോട്ടലുള്ളത്? നിങ്ങൾ എന്തായാലും കൊയിലാണ്ടിക്ക് വണ്ടി എടുക്കുക അഹമ്മദിക്ക. അഖിൽ വയറ് തടവിക്കൊണ്ട് തിരക്ക് കൂട്ടി. ഉള്ളേരിയിൽ പുതിയൊരു ഹോട്ടൽ തുറന്നെന്ന് കേട്ടു. അത്ര ദൂരമൊന്നും എന്തായാലും പോവണ്ട, ഗോപൻ പറഞ്ഞു. എന്നാ പിന്നെ ചെങ്ങോട്ടുകാവിലുള്ള നാസർ തട്ടുകടയ്ക്ക് വിട്ടാലോ? കോളേജിലെ NSS ക്യാമ്പ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശ്രുതി അടക്കമുള്ള കൂട്ടുകാരും ഒന്നിച്ച് അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെ ഓർമ്മയിലാണ് അഖിൽ അത് പറഞ്ഞത്. അത് നല്ലൊരു ഓപ്ഷനാണല്ലേ മോളെ? ഗോപൻ ചോദിച്ചപ്പോൾ ശ്രുതി തലയാട്ടി. ഓട്ടോ ചെങ്ങാട്ടുകാവ് പാലം കയറി പുതിയ ഹൈവേയുടെ പണി നടക്കുന്നതിൻ്റെ അരികിലൂടെ തട്ടുകടയ്ക്ക് മുന്നിൽ നിർത്തി. റെയിൽ പാളത്തിനോട് ചേർന്നുള്ള ഒഴിഞ്ഞ സ്ഥലത്ത് കാറും ബൈക്കും അടക്കം കുറേ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നു. അതിൽ ചിലതിലെല്ലാം യാത്രക്കാരായ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. അഹമ്മദിക്കയും വാ. പടുത കൊണ്ട് മറച്ചു കെട്ടിയ അത്യാവശ്യം സൗകര്യങ്ങളുള്ള തട്ടുകടയിലേക്ക് കയറുമ്പോൾ ഗോപൻ ക്ഷണിച്ചെങ്കിലും വീട്ടിൽ ചെന്നേ കഴിക്കൂ എന്നായിരുന്നു അയാളുടെ മറുപടി. മീൻ വറുത്തതിൻ്റെയും വെളുത്തുള്ളി ഇട്ടുവെച്ച അയലക്കറിയുടെയും ചൂടുള്ള പുട്ടിൻ്റെയും മണം മൂക്കിലടിച്ചപ്പോൾ അഖിൽ ആദ്യമേ അതിനുള്ളിലേക്ക് ഓടിക്കയറി 4 പേർക്കുള്ള സീറ്റ് പിടിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ പുറത്തൊരു ബഹളം കേട്ടു. ഉറക്കെ സംസാരിക്കുന്ന 1-2 പേരോടൊപ്പം എന്തെല്ലാമോ പറയുന്ന മാസ്ക് ഇട്ട ചെറുപ്പക്കാരനിലേക്കായിരുന്നു അഖിലിൻ്റെ നോട്ടം. അയാളെ എവിടെയോ കണ്ടുപരിചയമുണ്ടെന്ന് അവന് തോന്നി. തൊട്ടടുത്ത നിമിഷം ഇരുവരുടെയും നോട്ടം കൊരുത്തു. ശരത്ത്? കഴിച്ചുകൊണ്ടിരിക്കെ അവൻ സ്വയം പറഞ്ഞത് അല്പം ഉച്ചത്തിലായി പോയി. ഗോപനും ജയന്തിയും അത് ശ്രദ്ധിച്ചില്ലെങ്കിലും ശ്രുതി അത് കേട്ടു. ഞാൻ കഴിക്കുന്നതിനു മുമ്പ് കൊടുങ്കാറ്റ് പോലെ അവൾ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് സ്റ്റീൽ പ്ലേറ്റും എടുത്ത് പുറത്തേക്കോടി. ശ്രുതിയുടെ ഓട്ടം കണ്ട് എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ തട്ടുകടയിലുള്ളവരെല്ലാം ഒരു നിമിഷം പകച്ചു. മോളെ! അവളുടെ പിന്നാലെ ചെന്ന് ഗോപൻ അരികിലെത്തുന്നതിന് മുമ്പേ ശരത്തിൻ്റെ മുഖത്തിനു നേർക്ക് ശ്രുതി സ്റ്റീൽ പ്ലേറ്റ് വീശിക്കഴിഞ്ഞിരുന്നു. തുടരും. ഇത് കാതിലൊരു കിന്നാരം.